ഇതാണ് അരാലിയ പ്ലാന്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റാണ്. ഞാനൊരു പ്ലാന്റ് ലവർ കൂടിയാണ്. ബിസിനസ്സും കുക്കിങ്ങും മാത്രം നോക്കിയാൽ പോരല്ല, ഇടയ്ക്കൊക്കെ ഒന്ന് ഇതും നോക്കണം. പൂന്തോട്ടം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലെനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു പ്ലാന്റ് തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ കെയറിങ്, അതുപോലെ ഇത് പെട്ടെന്ന് ചട്ടി നിറയാനൊക്കെ ഉള്ളൊരു ടിപ്സ് വീഡിയോ ആണെന്ന്. പ്ലാന്റ് കെയറിങ് വീഡിയോസൊക്കെ മുമ്പ് ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്. വെയിൽ കുറഞ്ഞാൽ കളറ് പോകുന്നതും വെയിൽ കൂടിയാൽ പെട്ടെന്ന് കരിയുന്നതായിട്ടുള്ളൊരു പ്ലാന്റാണിത്. അപ്പോൾ ഇത് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിങ്ങനെ കരിഞ്ഞു പോയ ഒരു വെയിലേറ്റിട്ട് കരിഞ്ഞു പോയൊരു പ്ലാന്റാണിത്. അരാലിയാണിത്. ചട്ടി നിറഞ്ഞുണ്ടായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ആയതാണ്. അപ്പോൾ അങ്ങനെ ആയത് പെട്ടെന്ന് ഇങ്ങനെ തന്നെ ആവാൻ വേണ്ടിയിട്ടുള്ളൊരു കിടിലൻ ടിപ്സ് ഉണ്ട്. ഇങ്ങനെ ഉണങ്ങിയെന്ന് കണ്ടാൽ ഒരുവിധം പേരൊക്കെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അത് ചട്ടിയിൽ നിന്ന് എടുത്തിട്ടാണ് പറിച്ച് ഒഴിവാക്കും, എന്നിട്ട് വേറെ തൈ വെക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതിന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ മുഴുവൻ കാണുക. നിങ്ങളൊരു പ്ലാന്റ് ലവർ ആണെങ്കിൽ മാത്രമേ ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇത് കാണണ്ട. ഇവിടെ ചിലരൊക്കെ ചെടി കാണുമ്പോൾ ചോദിക്കാൻ വേണ്ടിയിട്ട് വരലുണ്ട്. അപ്പോൾ അവരൊക്കെ പറയും ഈ ചെടി പെട്ടെന്ന് പോവും, ഇതിങ്ങോട്ട് നിറഞ്ഞുണ്ടാവും, പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ആയല്ലോ എന്നിട്ട് എന്താ പെട്ടെന്ന് വാടാത്ത, ഇതിപ്പോഴും എൻ്റെ അടുത്തുണ്ടോ വേറെ വാങ്ങിയതാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഒരു ചെടി ഇത് നമ്മളെ വീട്ടിലുണ്ടായ പിന്നെ നമ്മളത് അതിനെക്കുറിച്ച് ആലോചിക്കേ വേണ്ട. ഒരു ചെറിയ പീസ് നട്ടു കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് വാടാതിരിക്കാനും ഇതിൻ്റെ ഇലൻ്റെ കളറ് മാറാനും ഒക്കെ ഉള്ള വീഡിയോ ആണിത്. തണലത്ത് മാത്രം വെക്കുമ്പോൾ ഇതിൻ്റെ ഇല ഒരു രസമില്ലാത്തൊരു ഡാർക്ക് പച്ചയായിട്ട് സാധാ ഇല പോലെ ആവും. ഇടയ്ക്ക് വെയിൽ കൊള്ളിച്ചിട്ട് മാറ്റി വെച്ചാൽ ഇങ്ങനെ ഒരു മഞ്ഞ കലർന്ന ഇളമ്പച്ച കളറിലാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ഞാൻ ഗേറ്റിൻ്റെ ഫില്ലർമലായിരുന്നു ഇത് വെച്ചിരുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെയിലൊള്ളിക്കാനും തണലൊള്ളിക്കാനും വിട്ടുപോയി. ഞാൻ കുറച്ച് കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായി ഇവിടുന്ന് പോയപ്പോൾ. അപ്പോൾ ഇങ്ങനെ ആയാലും നമ്മളിത് പറിച്ച് ഒഴിവാക്കൊന്നും ആവശ്യമില്ല. നമ്മളെന്ത് ചെയ്യുക, ആദ്യം 3-4 ദിവസം മൊത്തത്തിൽ ഇലയും ചട്ടിയിലുള്ളതും ഒക്കെ മൊത്തത്തിൽ നനയുന്ന രൂപത്തിൽ ചട്ടി നിറയെ വെള്ളം വെക്കുക. ആദ്യം ഇതിൻ്റെ വേരൊക്കെ ഒന്ന് നന്നായിട്ട് തണുക്കട്ടെ എന്ന് വെച്ചിട്ട് അത് ചെയ്യാനൊന്നും പോണില്ല. എന്നിട്ട് നമ്മളിതാ വീട്ടിലൊക്കെ ചൂല് കുറ്റിയാകുമ്പോൾ നമ്മളെന്താ ചെയ്യുക, അതൊന്നൊക്കെ കത്തിച്ച് കളയുമ്പോൾ അല്ലെങ്കിൽ ഒഴിവാക്കും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ കുറ്റിച്ചൂലും നമുക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ്. തെങ്ങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മരമാണ്. അതിൻ്റെ വേര് പോലും പലരും മരുന്നിലൊക്കെ ഇടും. അതുപോലെ തന്നെ കുറ്റിയായി ചൂല് നമ്മൾ വെറുതെ കത്തിച്ച് കളയണ്ട. ഇതുകൊണ്ട് നമ്മളെ ചെടികൾക്ക് നല്ല ഉപകാരമാണ്. ഇതിനിപ്പോൾ എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കുക. ഈ ചെടികൾക്കൊക്കെ ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ 3-4 ദിവസം നമ്മളെന്തെങ്കിലുമൊക്കെ തിരക്കിലാണെങ്കിലും നനക്കാൻ പറ്റിയില്ല എന്ന് വെച്ചിട്ട് നമ്മളെ ചെടിക്കൊരു കുറവും പറ്റില്ല. ഇതിങ്ങനെ നനഞ്ഞ പോലെ കിടക്കും. നമ്മളെന്ത് ചെയ്യുക, ഇത് അടി വെട്ടാതെ കുറച്ച് മുകൾ ഭാഗത്തായിട്ട് കൈകൊണ്ട് വെട്ടി ഒഴിവാക്കണ്ട, ഇങ്ങനെ കത്രിക വെച്ചിട്ട് ഇതിൻ്റെ ഈ ഉണങ്ങിയ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കുക. മുഴുവൻ ലീഫ് ഒഴിവാക്കണ്ട, കുറച്ചതിൽ വെക്കുക. എന്നിട്ട് ഇങ്ങനെ നന്ന അടിയിലും ആവരുത്, എന്നാൽ നന്ന മുകളിലും ആവേണ്ട ആ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കുക. ഇതാ കണ്ട നല്ല ഉണങ്ങിയ പോലെ കിടക്കും, ചുള്ളിക്കൊമ്പ് പോലെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുക കാണുമ്പോൾ ഇനി ഒന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ അതിൻ്റെ വേരിന് ജീവനുണ്ടാവും. ഇല്ലാത്ത ജീവൻ നമുക്ക് വെപ്പിക്കാനുള്ള മരുന്നാണ് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു ദേഷ്യമോ മനസ്സിനൊരു അസ്വസ്ഥതക്കേടോ എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ കൂടുതൽ അടിക്കാൻ അങ്ങനെ മൊത്തത്തിലൊരു സ്ട്രെസ്സോ അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇഷ്ടപ്പെടായി എന്ന് വെച്ചിട്ട് ചിലപ്പോൾ ഓരോട് നമുക്കത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോഴൊക്കെ മനസ്സിലൊരു ദേഷ്യം എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടെങ്കിൽ ഈ ചെടികളെ ഇലകൾ ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കിയാൽ നമ്മളെ മനസ്സ് മൊത്തത്തിലൊന്ന് ഫ്രീ ആവും. ഒരു മാജിക്കാണത്. ഇവിടെയാണെങ്കിൽ എൻ്റെ വലിയ മോനക്ക് ഇഷ്ടമാണ് ചെടി. പക്ഷേ ഇവിടെ കാക്കൂനോ ഉമ്മാക്കോ ഉപ്പാക്കോ ആർക്കും വലിയൊരു താല്പര്യമില്ലാത്തതാണ്. എനിക്ക് പിന്നെ ഇഷ്ടമല്ലെന്ന് വെച്ചിട്ട് പോലും എതിര് പറയാത്തന്നെ പാമ്പുണ്ടാവും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമുക്കിത് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ ഇട്ട് വെച്ചിട്ടുള്ള ആ ഈർക്കിളെന്ന് പറയും ഇവിടെ, നിങ്ങളവിടെ എന്താ അറിയില്ല, കുറ്റിച്ചൂലിങ്ങനെ പീസാക്കിയതെന്ന് പറയുക. അപ്പോൾ അതിങ്ങനെ ഇതിൻ്റെ ചുറ്റുഭാഗത്തും ഇട്ട് കൊടുക്കുക. ഒരു പുതപ്പ് പോലെ നന്നായിട്ട് പുതപ്പിച്ച് കൊടുക്കുക. അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇത് റിസൾട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നുണ്ട്. ഇങ്ങനെ ഉണങ്ങി നിന്നിരുന്നൊക്കെ പറിച്ചിട്ടോലോട് ഞാൻ ഉണങ്ങി നിൽക്കുന്നുണ്ട്, നിങ്ങൾ പറിച്ച് ഒഴിവാക്കാമെന്ന് പറഞ്ഞോലോടൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞിട്ട് കുറേ പേര് ചെയ്ത് റിസൾട്ട് കിട്ടി. എനിക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് പറഞ്ഞു കൊടുത്തോലും റിസൾട്ട് കിട്ടിയായിരുന്നു വിളിച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വീഡിയോ ഇടുന്നത്. ഇത് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. ഇതാ പഴയൊരു ബക്കറ്റ് അതിന് വേണ്ടി മാത്രം ആക്കിയിരിക്കുകയാണ്. 5 ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളമാണിത്.
4-5 ദിവസം ഇനി ഇങ്ങനെ എടുത്ത് വെച്ച് ഈ കഞ്ഞിവെള്ളം ഇങ്ങനെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റാണ്. പച്ചക്കറി, ഫ്രൂട്ട്, അതിൻ്റെ എല്ലാം വേസ്റ്റുകൾ ഞങ്ങൾ ഇടാനും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്ഥലം പ്രത്യേകം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് അത് ചീഞ്ഞിട്ട് മണ്ണ് പോലെ ആയി കിടക്കുന്ന വളമാണിത്. അലിഞ്ഞ് അത് മണ്ണ് പോലെ ആയിട്ടുണ്ട്. അതാണ് മുകളിലിട്ട് കൊടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളം. ഈ വളം നമ്മളെന്നും ഇട്ട് കൊടുക്കണ്ട, പക്ഷേ 5-6 ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ഈ കഞ്ഞിവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ മുകളിലുള്ള ഈ കമ്പൊക്കെ നനക്കണ പോലെ ആക്കുക. അതാ നോക്ക്, ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിലിങ്ങനെ ആ കമ്പിലൊക്കെ പുതിയത് തളിർത്ത് വന്നതാ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇനി എന്ത്, ഇത് പെട്ടെന്ന് നമുക്ക് ചെടികൾക്കും പകർച്ചവ്യാധി ഭയങ്കര സംഭവമാണ്. 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥയാണിത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി ആ കമ്പിൻ്റെ ഭാഗത്തൊക്കെ ഉള്ള ഉണങ്ങിക്കിടക്കുന്നതൊക്കെ വെട്ടിക്കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ മുഴുവൻ ഉണങ്ങിയത് വെട്ടിക്കൊടുക്കണ്ട. 1.5 മാസം കൊണ്ട് ഇതാ നമ്മുടെ ഈ അരാലിയ പഴയ രൂപത്തിലേക്ക്, പഴയ പ്രതാപത്തിലേക്ക് വന്നു. ആർക്കും ടെസ്റ്റ് ചെയ്യുക, റിസൾട്ട് ഉറപ്പാണ്. 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം അതുപോലെ ഇറുക്കിൾ തുമ്പ് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കണമെന്ന് മാത്രം. പിന്നീട് ഈ ഇലയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇടയ്ക്കൊന്നും എന്ത് ചെയ്യുക, വെയിൽ കൊള്ളിപ്പിക്കുക. ഇടയ്ക്ക് തണൽ ഭാഗത്ത് 3 ദിവസം വെയിൽ കൊള്ളിപ്പിച്ചാൽ പിന്നെ 3 ദിവസം തണൽ ഭാഗത്തേക്ക് വെക്കുക. അങ്ങനെ ആക്കുക. പിന്നെ അതിന് ശേഷം നമുക്ക് ഒന്ന് ഇതുപോലെ സെറ്റപ്പ് ആവുന്നത് വരെ അങ്ങനെ 3 ദിവസം മാറി മാറി ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെവിടെ വെക്കണമെന്ന് വെച്ചാൽ വെക്കുക. 1 മാസത്തിൻ്റെയൊക്കെ ശേഷം ഒന്ന് സ്ഥലം മാറ്റി വെക്കുക. അതുപോലെ ചകിരി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഈ പ്ലാന്റ് ഒരുപാടുണ്ട്. ഇത് നമുക്ക് വേര് വേണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൽ നിന്നൊരു പീസ് മാറ്റി വെച്ച് കൊടുത്താണ്. ഈ അടിയിലെ ചട്ടിയിൽ അതുപോലെ പച്ചക്കറി വെള്ളവും കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അത് ചെറിയൊരു തണ്ടായിരുന്നു, അതിപ്പോൾ മഞ്ഞ കളറായിട്ട് റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇതെൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. ഇനി 1-2 ആഴ്ച കൊണ്ട് തന്നെ ഇതിങ്ങനെ കട്ട് ചെയ്തും കൊടുക്കണം. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച ആകൃതിയിൽ അത് വളർന്നു വരും. ഇതാ കണ്ടോ, കപ്പയുടെ തോടാണ് അതൊക്കെ. അതുപോലെ മുട്ടത്തോട്, ഈർക്കിൾത്തുമ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ കമ്പ് വെച്ച് കൊടുത്താണ്. അതിൽ പെട്ടെന്ന് കമ്പടം പൊട്ടി ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇതിന് വേര് വേണമെന്നൊന്നുമില്ല ഈ പീസിന്. കണ്ടോ, നല്ല ലൈറ്റ് പച്ചയായിട്ട് നല്ല ഭംഗിയാണ് ഈ ഒരു ചെടി കാണാനായിട്ട്. അപ്പോൾ നിങ്ങളൊരു പ്ലാന്റ് ലവർ ആണെങ്കിൽ ഈ ഒരു വീഡിയോ ടെസ്റ്റ് ചെയ്ത് നോക്കുക. റിസൾട്ട് കിട്ടിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. റിസൾട്ട് 100% ഉറപ്പാണ്. ഇതെല്ലാം ഞാനോരോ പീസുകളെ ഇങ്ങനെ മാറ്റി വെക്കുന്നതാണ്. മൊത്തത്തിൽ ഇങ്ങനെ കൊട്ടയായതിന് ശേഷം പറയുന്നവർക്ക് ചെടിയും ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. ഇതും നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. കാരണം ഈ നഴ്സറികളിലൊക്കെ 200-300 വരുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ കുറഞ്ഞതിനൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ ഞാനതൊരു സെയിലാക്കിയിട്ടില്ല. ഇത് ഇങ്ങനെ ഇവിടെ നാട്ടിലൊക്കെ ഉള്ളവരൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കുന്നല്ലാതെ. പക്ഷെ അതും അങ്ങനെ ഒരു മാർഗ്ഗം ആക്കേണ്ടവർക്ക് അതും മാർഗ്ഗമാക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കലൊക്കെ. അപ്പോൾ ഇനിയൊരു വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ബിസിനസ്സുകാർ മാത്രമായാൽ പോരാ, വീട്ടിൽ ഞാനൊരു പൂന്തോട്ടം ഉണ്ടാക്കി എന്നുള്ളൊരു ക്രെഡിറ്റ് കൂടി ഇരിക്കട്ടെ. എല്ലാവരും ഓരോ പൂന്തോട്ടത്തിനും കൂടി ട്രൈ ചെയ്യട്ടാ.